എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സ്വാഗതം. അപ്പം നമ്മൾ ഒരുപാട് സന്തോഷമായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? കൊറേ ദിവസമായി കൊറേ ദിവസമായില്ലേ എപ്പോഴും നമ്മൾ വീഡിയോ ഞങ്ങൾക്ക് 2K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് അല്ലേ? ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സന്തോഷമുണ്ട്. എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞേ. താങ്ക്സ്. പിന്നെന്താണ് സാൻവി പറയാനുള്ളത്? ഇത് കണ്ടോ, സാൻവിക്ക് സ്കൂളുണ്ട്, അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ട്യൂഷന് പോവും. അതൊക്കെയാണ് സാൻവിക്ക്. നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ, ലോങ് വീഡിയോ ഒന്നും എടുക്കാൻ സമയം കിട്ടാറില്ല. പിന്നെ ചിലപ്പോൾ സാൻവി ഇത്തിരി ട്യൂഷന് പോകുന്ന സമയത്തായിരിക്കും ഞാൻ എന്തെങ്കിലും റീല് ചെയ്തിടുന്നത്. അങ്ങനെ ചെറിയ രീതിയിലൊക്കെയാണ് നമ്മൾ ഈ ചാനൽ ഇത്രയൊക്കെ ആക്കിയത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ പരിമിതികൾ വെച്ച് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നതിന് അല്ലേ? സാനിക്ക് സമയമുള്ളതനുസരിച്ച് സാനി ഷോർട്സ് ഒക്കെ ചെയ്തിടാറുണ്ട് അല്ലേ? ഞാനൊരു സാധനം കാണിച്ചെടുത്തേ. അപ്പോൾ പിന്നെന്താണ് സാൻവി? സാനിക്ക് തീരെ സമയമില്ല. രാവിലെ 8:30 പോകും, വൈകിട്ട് 2:45 വരും, ഉച്ച കഴിഞ്ഞ് 2:45 വരും. വന്നു കഴിഞ്ഞ് കുളിച്ചു, ഫുഡ് കഴിച്ചു, അത് കഴിഞ്ഞ് ഇത്തിരി നേരം ഉറങ്ങിയിട്ട് വൈകിട്ട് 6 മണിയാകുമ്പോൾ വീണ്ടും ട്യൂഷന് പോകും. ട്യൂഷന് പോയിട്ട് പിന്നെ വരുമ്പോൾ 7:45 സാനുവിക്ക് തീരെ സമയമില്ല. സാനു ഭയങ്കര പോയിട്ട് വന്നാൽ പിന്നെ വീട്ടിൽ ഇത്തിരി നേരം പഠിപ്പിക്കും. അങ്ങനെ ആകെ ബിസിയാണ്. ഞാൻ സാധനം കാണിച്ചെടുത്തേ നിങ്ങൾക്ക്, അതുപോലെ നിങ്ങൾ ചെയ്യണം. സാനു ഒരു കാര്യം കാണിച്ചു തരാം നിങ്ങൾക്ക്, അതുപോലെ നിങ്ങളും ചെയ്യണം. ഇത് കണ്ടോ, ഇത് എൻ്റെ അച്ഛൻ മേടിച്ച ഉമ്മയാണ്. പിന്നെ ഓരോ ഉണ്ട്, ഇന്നട്ടും ഉണ്ട്. ഇനി ബാത്തിക ഉണ്ട് കണ്ട. ഈ ബാത്തിക ഞാൻ സാധനം ഉണ്ടാക്കി തരത്ത് നിങ്ങൾക്ക്. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങളെന്ന് പറയുന്നത്. പിന്നെ സാൻവിയുടെ എന്താ പറയുക, സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടു കാണും. സാൻവിക്ക് എല്ലാവരും എൻ്റെ അമ്മയ്ക്ക് വേണ്ടിക്ക് ലൈക്ക് ചെയ്യണം. എൻ്റെ അമ്മയുടെ ഹാപ്പി പിടിയാണ്. എൻ്റെ അമ്മയുടെ ഹാപ്പി പി ടു യു ആണ്. ഹാപ്പി ബർത്ത്ഡേക്ക് അവൾ പറയുന്നതാണ്. ഹാപ്പി പി ടു യു ആണ്. അതെ, എല്ലാവരും ഹാപ്പി പി ടു യു കഴിഞ്ഞു. എൻ്റെ അമ്മയുടെ ഹാപ്പി പി ടു യു കഴിഞ്ഞു, എൻ്റെ ഹാപ്പി പി ടു യു കഴിഞ്ഞു, എൻ്റെ അച്ഛൻ്റെ ഹാപ്പി പി ടു യു കഴിഞ്ഞു, നമ്മുടെ ആര്യൻ്റെ ഹാപ്പി പി ടു യു കഴിഞ്ഞു. പിന്നെ എൻ്റെ പപ്പ എൻ്റെ അപ്പച്ചൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു. ഇനി അമ്മച്ചി അക്കുൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു. ഇനി അമ്മച്ചിയുടെ ബർത്ത്ഡേ സെപ്റ്റംബറാണ്. അമ്മച്ചിയുടെ ബർത്ത്ഡേ ഉള്ളു, ബാക്കി എല്ലാവരുടെയും ബർത്ത്ഡേ കഴിഞ്ഞ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ സാനിക്ക് അറിയാം. ഇന്നലെ ഭയങ്കര സർപ്രൈസ് ആയിട്ട് നമ്മൾ ബർത്ത്ഡേ എത്ര പ്രായം നമ്മൾ ബർത്ത്ഡേ ഒന്നും ആഘോഷിക്കുന്നില്ലല്ലോ, നമ്മൾ അങ്ങനെ ചെയ്യാറില്ലല്ലോ. അങ്ങനെ ഇന്നലെ രാത്രിയായപ്പം ചേട്ടൻ വന്നപ്പോൾ സർപ്രൈസ് ആയിട്ട് നോക്കിയപ്പോൾ കേക്കൊക്കെ വാങ്ങിച്ചോട്ട് വന്ന്, പിന്നെ ഫുഡും വാങ്ങിച്ചിട്ടൊക്കെ വന്ന് അല്ലേ? അങ്ങനെ സാനിക്ക് ഇഷ്ടമുള്ള ഫ്രൈഡ് റൈസ് ഒക്കെയാണ് വാങ്ങിച്ചോണ്ട് വന്നത് അല്ലേ? സാനിക്ക് ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടമാണ്, ചിക്കൻ ഫ്രൈഡ് റൈസ്. അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയത്. ഞാൻ ഈ കലനോട് സാധനം ഉണ്ടാക്കി തരാം, അതുപോലെ നിങ്ങൾ ചെയ്യണം. ഇന്നലെ നമുക്ക് പുറത്തൊന്നും പോകാനും സമയം കിട്ടിയില്ല. കാരണം ചേട്ടൻ രാവിലെ കടയിൽ പോയിട്ട് രാത്രിയാണ് വന്നത്, 10 മണിയായി വന്നപ്പോൾ. 10 മണിയാണ് വന്നപ്പോൾ നമ്മൾ ഇന്നൊരു സ്ഥലത്ത് പോവാൻ ലോട്ടറി കഴിക്കാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് ലോട്ടറി കഴിക്കാൻ ഇവിടുത്തെ കൊടുത്തേക്കാം. ഇതൊക്കെ സാൻവി ഓരോരുത്തരുടെയൊക്കെ വ്ളോഗ് കണ്ടിട്ട് പറയുന്നതാണ്. ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. സാൻവി ഇങ്ങനെ സമയം കിട്ടും, എൻ്റെ ഫോൺ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഓരോരുത്തരുടെ വ്ളോഗൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് കാണും കേട്ടോ. എന്നിട്ട് അതിനകത്തെ കാര്യങ്ങളൊക്കെ അതുപോലെ പിന്നെ പറയും, നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം. സാനി സ്കൂളിൽ എന്തൊരു വിശേഷമാണ് എല്ലാവരോടും പറ. ടീച്ചറിന്റെ പേരെന്താണ്? എന്റെ ടീച്ചറുടെ പേര് ദിവ്യ മാം. ദിവ്യ മാം സാധനം ഉണ്ടാക്കി തരട്ടെ. പിന്നെ വേറെ ഏതൊക്കെ ടീച്ചർമാരുണ്ട്? പേര് പറഞ്ഞേ. സംഗീത മാപ്പുണ്ട്, സംഗീത മാം ഉണ്ട്, സംഗീത മാപ്പുണ്ട്, ദിവ്യ മാപ്പുണ്ട്, ശിവ മാപ്പുണ്ട്, പിന്നെ മാപ്പുണ്ട്, പിന്നെ മറ്റേ കവളൊട്ടുന്ന മാപ്പുണ്ട്. അയ്യോ, കവളൊട്ടിയ മാമോ? അതേത് മാമ്? ഒട്ടിയ മാമുണ്ടോ? അതിൻ്റെ മാമിൻ്റെ പേരെന്ത്?
പിന്നെ പി ടി ആ സാനിക്ക് ഏറ്റവും പേടി പി ടി സാറിനെയാണ്. പി ടി സാറിനെ ഭയങ്കര പേടിയാണ്. ആ പി ടി സാറെ പേടിയാണ്. അപ്പം ഏറ്റവും ഇഷ്ടമുള്ള പി ടി സാർ. പി ടി സാർ ഒരു ദിവസം നുള്ളു കൊടുത്തെന്നാണ് പറയുന്നത്. സാനിക്ക് പി ടി സാറിനെ പേടിയാണ്. ബാക്കി എല്ലാവരും ഇഷ്ടമാണ്. പി ടി സാറിനെ ഇപ്പം ഇഷ്ടമൊക്കെയാണ്, എന്നാലും ചെറിയൊരു പേടിയുണ്ട് ഇല്ലേ സാനി? പിന്നെ സാനിക്ക് സ്കൂൾ ബസ്സിൽ പോകാനാണ് ഏറ്റവും ഇഷ്ടം. അതിൽ മാമൻ്റെ പേരെന്തിനങ്ങളെ? തമ്പി മാമനും ആൻറ്റിയും ഉണ്ട്. അവരെ ഭയങ്കര ഇഷ്ടമാണ്. അവരോട്ടൊക്കെ ഭയങ്കര കൂട്ടാണ് സാനി. ഞാൻ സാധനം ഉണ്ടാക്കി തരട്ടെ ഈ 2 പേരെന്നെ. ഓക്കെ, ഞാൻ സാധനം ഉണ്ടാക്കി തരാം. സാനിക്ക് സ്കൂളൊക്കെ ഇഷ്ടമായി. സ്കൂളിൽ ഇപ്പോഴാണ് എല്ലാവരോട്ടും പരിചയമൊക്കെ കൂട്ടൊക്കെ ആയി വരുന്നത്. പിന്നെ സാനിക്ക് ഇവിടുന്ന് 3-4 ഫ്രണ്ട്സ് അവളുടെ കൂടെ അംഗൻവാടി പഠിച്ച ഫ്രണ്ട്സ് ഉണ്ട്. അതുകൊണ്ട് അവൾ ഇവിടുന്ന് പോയപ്പോഴേ അവൾ ഹാപ്പി ആയിട്ടാണ് പോയത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കരഞ്ഞൊന്നുമില്ല. അവൾ ഹാപ്പി ആയിട്ടാണ് പോയത്. അവളുടെ ഫ്രണ്ട്സ് കൂടെ ഉണ്ടല്ലോ, 3 പേരുണ്ട്. ഇവളും 3 ഫ്രണ്ട്സും കൂടെ ഉണ്ട്. അംഗൻവാടിയിലെ 3 ഫ്രണ്ട്സ് ഉണ്ട്. അമ്മയെ വേറെ കസിയാണ്, വസുവി വേറെ കസിയാണ്, പിന്നെ ഇഷ എന്റെ കസിനാണ്, ജാനകി എന്റെ കസിനാണ്, ഇഷയ്ക്ക് സമൂഹത്തിന് എന്റെ കസിനാണ്, ഇഷയ്ക്ക് എന്റെ കസിനാണ്. അവരുടെ അംഗൻവാടി 3 ഇവള് കൂട്ടാക്കാൻ 3 പിള്ളേരും കൂടി ഉണ്ട്. അതിൽ ഒരാൾ ഇവിടെ ക്ലാസ്സിൽ തന്നെ, വേറെ 2 പേര് ഡിവിഷൻ വ്യത്യാസമാണെങ്കിലും സ്കൂൾ ബസ്സിൽ ഒന്നിച്ചാണ്. അത് പിന്നെ സ്കൂളിൽ വെച്ച് അവർ കളിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കാണാറുണ്ട്. അങ്ങനെ അവൾക്ക് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിലൊക്കെ പോകാൻ. പിന്നെ ഒരൊറ്റ പ്രശ്നം വെച്ചാൽ രാവിലെ എഴുന്നേക്കാൻ സാൻവിക്ക് പറ്റൂല. സാൻവി പോത്ത് പോലെ കിടന്ന് ഉറങ്ങിക്കോളും. സാൻവിനെ കുത്തിപ്പോക്കിയൊക്കെയാണ് ഞാൻ കൊണ്ടുപോകണത്. 7:30 ആകുമ്പോൾ തൊട്ട് കുത്തിപ്പോക്ക് തുടങ്ങും. 8:30 വണ്ടി വരും. സാൻവി രാത്രി എത്ര നേരം വേണേലും ഇരുന്നു, പക്ഷെ രാവിലെ എഴുന്നേക്കാൻ സാൻവിയെ കൊണ്ട് ഒരു രക്ഷയില്ല. അല്ലേ സാൻവി? സാൻവി പോത്ത് പോലെ കിടന്നുറങ്ങും. അപ്പം പിന്നെന്താണ്? നിങ്ങളുടെ പ്രിൻസിപ്പാളിന്റെ പേരെന്താ? My principal name is Father Joshi Mayambarambal CMI. Oh, my principal name is Father Joshi Mayambarambal CMI. അമ്മ ഇതെന്താ പറഞ്ഞെടുക്കോ? എന്തൊരു ഗിഫ്റ്റ് പൊതിയുന്ന പേപ്പർ? ഗിഫ്റ്റ് പേപ്പറല്ലേ ഇത് ട്രെയിനാണ്. അപ്പൊ സ്കൂളിന്റെ പേര്? Your school name is? My school name is Jawahar Public School. My school name is Jawahar Public School. ഞാൻ സാധനം ഉണ്ടാക്കി തരാറ്. പഠിച്ച മക്കള് ഇതെന്തത്? അത് ഗിഫ്റ്റ് പൊതിയുന്ന പേപ്പർ. ആ ഗിഫ്റ്റ് പേപ്പറല്ല, ഇത് ട്രെയിനാണ്, ഓട്ടോ ആണ്. ട്രെയിൻ ഓട്ടോ എന്നല്ല, ഗിഫ്റ്റ് പൊതിയുന്ന പേപ്പർ. അല്ലമ്മ, ട്രെയിനാണ്. അപ്പം ഇത് കാര്യം പറയട്ടെ, അമ്മ വീഡിയോ എടുത്തോണ്ടിരിക്കല്ലേ. വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ അവർക്കല്ലേ ബോറടിക്കൂല്ലേ? മക്കള് അവരോട് വിശേഷമൊക്കെ പറ. നമ്മുടെ ഒരു പെണ്ണാണ്, ഇത് ഹാപ്പിയാണ്, വേണ്ടയാണ്. സാനി ഇപ്പം സ്കൂളിൽ പോയതിനു ശേഷം ഞാൻ ചെറിയ ഇംഗ്ലീഷൊക്കെ എന്തൊക്കെയോ പറഞ്ഞു തുടങ്ങി. അവർ ഇംഗ്ലീഷൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സംസാരിക്കാനെ കൊണ്ട്. അങ്ങനെ സാനി ഇപ്പം ചെറിയ ഇംഗ്ലീഷൊക്കെ പറയും. ഇതിങ്ങനെ തീപ്പിട്ട് കട്ടുപോലും. സാനിയുടെ മുടി വെട്ടി, അതാണ് മുഖ ഷേപ്പ് മാറിപ്പോയത്. സാനിയുടെ മുടി കൊണ്ടുവന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഒരു പുതിയ പാർലറിൽ പരീക്ഷിച്ചതാണ്. മണ്ടത്തരായിപ്പോയി. സാനിയുടെ ഷേപ്പ് കൂടെ മാറിപ്പോയി. ആമട്ടിക്കുട്ടിയാക്കാൻ കൊണ്ടുപോയതാണ്. ഇപ്പൊ ഒരുമാതിരി വൃത്തിയുടെ രൂപത്തിലായിപ്പോയി. ആ പെണ്ണിനെ വൃത്തിയേടാക്കി കേട്ടോ ഗൈസ്. നിങ്ങള് എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. എന്റെ മുടി ഒന്ന് വേഗം കിളിക്കട്ടല്ലേ. ഇത് കണ്ടോ, ഇത് വെച്ച് സാധനം ഉണ്ടാക്കാൻ പോവാണ്. പിന്നെ സ്കൂളിലെ വിശേഷം പറ. അവർക്കൊക്കെ നിന്റെ സാധനമല്ല കാണുന്നത്, നിന്റെ വിശേഷങ്ങളാണ് അറിയണ്ടേ. പറ. ഞാൻ സൂര്യനാണ് സാര പേര് വേണ്ടയാണ് എൻ്റെ ഹാപ്പി വിഷയാണ്. ഓരോ പരിപാടിയാണ്. പിന്നെ സാനിക്ക് 4-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യണല്ലേ. എക്സാം സ്റ്റാർട്ട് ചെയ്യണം. മതി, ഞാനൊന്ന് പാട്ട് പാടിത്തരാം. അത്രയല്ലേ ഉള്ളൂ. ഞാൻ വേണേ ഒരു പാട്ട് പാടിത്തരാം. നിങ്ങൾക്ക് എന്നും പാടുന്നതല്ലേ, ഞാൻ വീഡിയോയിൽ വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് പാടിത്തരുന്നതല്ലേ. ഇന്നും വേണേ ഒരു പാട്ടൊക്കെ പാടിത്തരാം.
ഞാന് ബാബലാസി ബാബ ബ്ലാഷി പാടാവേ. ബാബലാസി ഹവിങ്ങോ നമ്മുടെ മാസ്റ്റർ അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ബൈ.